Hi folks, welcome to a new video. So today we have a wonderful story, The Best Investment I Ever Made, written by AJ Cronin. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ The Best Investment I Ever Made എന്ന അതിമനോഹരമായ സ്റ്റോറിയാണ് പഠിക്കാൻ പോകുന്നത്. സ്റ്റോറിയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് റൈറ്ററിന്റെ പ്രൊഫൈൽ നോക്കിയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. ആർച്ചിബാൾഡ് ജോസഫ് ക്രോണിൻ വാസ് എ സ്കോട്ടിഷ് നോവലിസ്റ്റ് ആൻഡ് എ ഫിസിഷ്യൻ. ഒരു സ്കോട്ടിഷ് നോവലിസ്റ്റും ഡോക്ടറുമായിട്ടുള്ള AJ ക്രോണിന്റെ സ്റ്റോറിയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഹിസ് കരിയർ ആസ് എ നോവലിസ്റ്റ് സ്റ്റാർട്ടഡ് ഇൻ 1930 when he was designated with a chronic ulcer and was compelled to take 6 months complete rest. ഡോക്ടറായി ജോലി ചെയ്തിരുന്ന അദ്ദേഹം ഒരു നോവലിസ്റ്റായി മാറുന്നത് 1930 അദ്ദേഹത്തിന് ക്രോണിക് അൾസർ പിടിപെടുന്നു. ആ സമയത്ത് 6 മാസത്തേക്ക് വിശ്രമിക്കേണ്ടി വന്ന അദ്ദേഹം എഴുത്തിന്റെ ലോകത്തോട്ട് വരികയായിരുന്നു. During this time he was able to indulge in his lifelong desire to write a novel, having previously written nothing but prescriptions and scientific papers. അതുവരെ ശാസ്ത്ര പ്രബന്ധങ്ങളും മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻസും മാത്രം എഴുതിയ അദ്ദേഹം തന്റെ ചിരകാല സ്വപ്നമായിട്ടുള്ള എഴുത്തുകാരനാവുക എന്ന ആഗ്രഹം ഈ സമയത്ത് സഫലീകരിക്കുകയായിരുന്നു. His first novel was Haters Castle and the most popular being The Citadel. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ ഹേറ്റേഴ്സ് കാസിൽ ആയിരുന്നെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വർക്ക് സിറ്റാഡൽ ആയിരുന്നു. Many of his stories have been adapted to Hollywood movies. അദ്ദേഹത്തിന്റെ പല കഥകളും പിന്നീട് ഹോളിവുഡ് സിനിമകളായി പുറത്തു വന്നിട്ടുണ്ട്. This is the profile of AJ Cronin. Now let us go to the story. The best investment I ever made. On the second day out from New York, while making the round of the promenade deck, I suddenly became aware that one of the passengers was watching me closely, following me with his gaze every time I passed. So in the beginning of the story we see that the narrator AJ Cronin was in a ship. ഈ സ്റ്റോറിയുടെ നറേറ്റർ ആയിട്ടുള്ള AJ Cronin ഷിപ്പിലാണുള്ളത്. ആൻഡ് ദ ഷിപ്പ് വാസ് അവേ ഫ്രം ന്യൂയോർക്ക്. ന്യൂയോർക്കിൽ നിന്നും കുറച്ച് അകലെയായിട്ടാണ് അദ്ദേഹത്തിന്റെ കപ്പലുള്ളത്. ആൻഡ് ദാറ്റ് വാസ് ദ സെക്കൻഡ് ഡേ. അദ്ദേഹത്തിന്റെ കപ്പൽ യാത്രയുടെ സെക്കൻഡ് ഡേ ആയിരുന്നു അത്. ആൻഡ് വൈൽ മേക്കിംഗ് ദ റൗണ്ട് ഓഫ് ദ പ്രൊമനേഡ് ഡെക്ക്, അദ്ദേഹം കപ്പലിലെ പ്രൊമനേഡ് ഡെക്കിലൂടെ. വാട്ട് ഈസ് പ്രൊമനേഡ് ഡെക്ക്? ദിസ് ഈസ് പ്രൊമനേഡ് ഡെക്ക്. ഷിപ്പിലുള്ള നടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് പ്രൊമനേഡ് ഡെക്ക്. സോ ഹി സേസ് when he was making the round of the promenade deck, promenade deckലൂടെ നടന്നു പോകുമ്പോൾ, I suddenly became aware that one of the passengers was watching me closely. He says, I was aware. എനിക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിച്ചു? ആ ഷിപ്പിലുണ്ടായിരുന്ന ഒരു പാസഞ്ചർ എന്നെ തന്നെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു. He was watching me closely, following me with his gaze every time I passed. ഞാൻ അതിലൂടെ നടന്നു പോകുമ്പോഴൊക്കെ അദ്ദേഹം എന്ത് ചെയ്യും? He was gazing at me. Gaze means look steadily and intently, especially in admiration, surprise or thought. ആരാധനയോടുകൂടിയോ അത്ഭുതത്തോടുകൂടിയോ ഉറ്റുനോക്കുന്നതിനാണ് എന്ത് പറയാ? ഗേസ്. So AJ Cronin says when he was walking through the promenade deck, somebody was gazing at him. അദ്ദേഹം പ്രൊമനേഡ് ഡെക്കിലൂടെ നടന്നു പോകുമ്പോഴൊക്കെ അദ്ദേഹത്തെ ഒരാൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചു. I wanted to rest to avoid the tedium of casual and importunate shipboard contacts. So Cronin actually wanted to rest. അദ്ദേഹത്തിന് വിശ്രമിക്കണമായിരുന്നു. He actually wanted to avoid tedium of casual and importunate shipboard contacts. He wanted to avoid what? Tedium. What is tedium? Tedium means boredom of casual and importunate shipboard contacts. What is importunate? Importunate means asking for things many times in a way that is annoying. അതായത് നമ്മളൊരു ഷിപ്പിലുള്ള യാത്ര ചെയ്യുമ്പോൾ കുറേ ദിവസത്തെ ജേണി ആയിരിക്കും. അപ്പം ഷിപ്പിലുള്ള ആളുകൾ എന്ത് ചെയ്യും? സോ ദേ മീറ്റ് പീപ്പിൾ ആൻഡ് ബിഗാൻ ടു ടോക്ക്, ഫ്രണ്ട്ലി ടോക്ക്. അത്തരത്തിലുള്ള വളരെ കാഷ്വൽ ആയിട്ടുള്ള എന്നാൽ വളരെയധികം മടുപ്പുളവാക്കുന്ന രീതിയിൽ ചോദിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്ന രീതിയിൽ, നിങ്ങളുടെ പേരെന്താണ്, നിങ്ങൾ എവിടേക്ക് പോകുന്നു, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്ത് പറയാം? ഇമ്പോർട്ടനേറ്റ് ക്വസ്റ്റ്യൻസ്. ആ രീതിയിൽ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാഷ്വൽ ആയിട്ട് സംസാരിക്കും. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന്റെ ടെഡിയം, ബോറടി ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? ആഗ്രഹിച്ചു. അദ്ദേഹത്തിന് ആരുമായിട്ട് സംസാരിക്കാനും ഇടപെടാനൊന്നും ആ സമയത്ത് തോന്നിയില്ല. അദ്ദേഹത്തിന് വിശ്രമിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. I gave no sign of having noticed the man. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം തന്നെ നോക്കുന്നതായിട്ടുള്ള യാതൊരു റെസ്പോൺസും തിരിച്ചു കാണിച്ചില്ല. ഒരാൾ നമ്മളെ നോക്കുന്നതായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആളിനോട് വിഷ് ചെയ്യുകയോ അറ്റ്ലീസ്റ്റ് ചിരിക്കെങ്കിലും ചെയ്യും. പക്ഷെ അത്തരത്തിൽ ഇദ്ദേഹമായിട്ട് ആരുമായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നാൽ അദ്ദേഹം എന്ത് ചെയ്തു? ഇയാൾ നോക്കുന്നതായിട്ട് ഭാവിച്ച പോലും ഇല്ല.
Yet there was nothing importunate about him. On the contrary, he seemed affected by a troubled, rather touching diffidence. സത്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് യാതൊരു രീതിയിലുള്ള മടുപ്പുളവാക്കുന്ന പെരുമാറ്റമോ ആറ്റിറ്റ്യൂഡോ ഒന്നും ഇദ്ദേഹത്തിന് കാണാനേ സാധിച്ചിരുന്നില്ല. What is the meaning of diffidence? Diffidence means shyness or lack of confidence. അദ്ദേഹത്തിനൊരു നാണമോ അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസക്കുറവോ ഉള്ളതായിട്ട് ആർക്ക് തോന്നി? AJ ക്രോണിന് അദ്ദേഹത്തെ കണ്ടപ്പോൾ തോന്നുകയുണ്ടായി. എന്തായാലും തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആള് വളരെയധികം ഹാപ്പി ആയിട്ടുള്ള, ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളല്ല, മറിച്ച് മാനസികമായിട്ട് ഉൾവലിഞ്ഞ എന്തോ ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസക്കുറവ് അയാൾക്കുണ്ട് എന്ന് AJ ക്രോണിന് മനസ്സിലാവാൻ തുടങ്ങി. He was in his early 40s, rather short in build, with a fair complexion and clear blue eyes. ഇനി പറയുന്നത് അദ്ദേഹത്തിന്റെ ഫിസിക്കലായിട്ടുള്ള, അദ്ദേഹത്തെ കാണുമ്പോൾ ഫിസിക്കലായിട്ടുള്ളൊരു രൂപവിശേഷണമാണ്. He was in his early 40s. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 40 വയസ്സ് പ്രായം തോന്നിക്കും. rather short in build, വലിയ ഹൈറ്റ് ഇല്ല, ഷോർട്ട് ആയിട്ടുള്ളൊരു ആളായിരുന്നു കാഴ്ചയിൽ. with fair complexion, നന്നായിട്ട് വെളുത്തിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. and clear blue eyes, അദ്ദേഹത്തിന് തെളിഞ്ഞ നീല കണ്ണുകളായിരുന്നു ഉണ്ടായിരുന്നത്. his thin hair had begun to recede from his forehead. ഇനി പറയുന്നത് അദ്ദേഹത്തിന്റെ മുടിയെ കുറിച്ചിട്ടാണ്. it began to recede. recede means to stop growing. എന്ന് വെച്ചാൽ നെറ്റിയുടെ മുൻഭാഗത്തായിട്ടുള്ള മുടി ചെറുതായിട്ട് കൊഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. His dark suit, sober tie and rimless spectacles gave evidence of a serious and reserved disposition. അദ്ദേഹം ധരിച്ചിരുന്ന സ്യൂട്ട്, it was dark, and sober tie. What is the meaning of sober? Sober means plain and not bright in color. അദ്ദേഹം ധരിച്ചിരുന്ന ടൈ എങ്ങനെയായിരുന്നു? വളരെ പ്ലെയിൻ ആയിട്ട് തിളക്കം കുറഞ്ഞ രീതിയിലൊരു ടൈ ആണ് അദ്ദേഹം ധരിച്ചിരുന്നത്. ആൻഡ് റിംലെസ് സ്പെക്ടക്കിൾസ്, റിമ്മില്ലാത്ത കണ്ണട, ഗ്ലാസ് മാത്രം ഉള്ള കണ്ണടയാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. All these things gave evidence of a serious and reserved disposition. What is disposition? A person's inherent qualities of mind and character. ഒരാളുടെ സ്വഭാവ സവിശേഷത എന്നൊക്കെ പറയാം. അദ്ദേഹത്തിന്റെ ഈ ഡാർക്ക് ആയിട്ടുള്ള ഡ്രസ്സ്, വളരെ പ്ലെയിൻ ആയിട്ടുള്ള ടൈ, അദ്ദേഹത്തിന്റെ റിംലെസ് സ്പെക്ടക്കിൾസ്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായിട്ട് തോന്നും? വളരെ സീരിയസ് ആയിട്ടുള്ളൊരു, റിസർവ്ഡ് ആയിട്ട് അധികം സംസാരിക്കാത്ത, ഉൾവലിഞ്ഞൊരു സ്വഭാവ സവിശേഷതയുള്ള വ്യക്തിയാണെന്ന് തോന്നിക്കും. At this point, the bugle sounded for dinner and I went below. ആ സമയത്ത് എന്തുണ്ടായി? There was a sound from bugle. What is bugle? A brass instrument like a small trumpet. This is bugle. ആ സമയം സൈറൻ അടിച്ചു. ബ്യൂഗിളിൽ നിന്നും ഡിന്നർ കഴിക്കാൻ വേണ്ടി ആളുകളെ വിളിക്കുന്ന ഒരു സൈറനായിരുന്നു ആ ബ്യൂഗിൾ സൗണ്ട്. ആ ശബ്ദം കേട്ടപ്പോൾ AJ ക്രോണിൻ താഴേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ടേക്ക് കെയർ. ബൈ.